ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. മൂകം കരോതി വാചാലം ഭംഗം ലംഘയതേ ഗിരിം യൽ കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഹരി ഓം ഹരി ഓം. മൂകനെ വാചാലനാക്കി ബധിരനെ മലകയറ്റുകയും ചെയ്യിക്കുന്ന ആരാണോ ആ പരമാത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങൾ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഇന്നലെ ഭാഗവതത്തിൻ്റെ ശാസ്ത്രനിർണയത്തെക്കുറിച്ച് സൂചിപ്പിച്ച 6 കാര്യങ്ങളിൽ ബാക്കി 3 തലങ്ങളിലേക്ക് നമുക്കിന്ന് പോകാം. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചത് തത്വനിർണയത്തിൽ പരമപ്രധാനമായിട്ട് ഉപക്രമ ഉപസംഹാരം, അപൂർവത, അതുപോലെ തന്നെ അഭ്യാസം. അപ്പം 4-മത് ഫലം എന്നുള്ളതും, 5-മത്തെ അർത്ഥവാദം, 6-മത്തെ ഉപപത്തി. അപ്പോൾ ഇന്ന് ഈ 3 തലങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സൂചിപ്പിക്കുന്നത്. അപ്പം ഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഗവതം എന്ന മഹാഗ്രന്ഥം ശ്രവണം ചെയ്യുകയും മനനം ചെയ്യുകയും ഭക്തിയുടെ നവാംഗങ്ങളെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ ശ്രവണ സ്മരണ മനനാദികൾ കൊണ്ട് എന്താണ് ഒരു ജീവന് ലഭിക്കുന്ന ഫലം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭാഗവത ശ്രവണ മനനം കൊണ്ട് ജീവൻ്റെ മുക്താവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജീവൻ മുക്താവസ്ഥ എന്ന് പറയുമ്പോൾ ജീവൻ്റെ മുക്തി 4 വിധ മുക്തികളെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അത് സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം, ഇങ്ങനെ ചതുർവിധ മുക്തികളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ഭാഗവതത്തിൽ തന്നെ. അപ്പോൾ ഈ 4 വിധ മുക്തിയിലേക്കും, അതായത് ഭഗവാന്റെ സ്വരൂപത്തെ നിരന്തരമായി കാണുകയും നിരന്തര സ്മരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട്, ഭഗവാനെക്കുറിച്ച് നിരന്തരമായി കേട്ട് അറിയുന്നതുകൊണ്ട്, അപ്പോൾ വിഷ്ണു ഭഗവാന്റെ ലോകത്തെക്കുറിച്ച്, വിഷ്ണുവിനെക്കുറിച്ച് അറിയുമ്പോഴാണ് ഭഗവാനൊരു പ്രത്യേക ലോകമുണ്ട്, വിഷ്ണു ലോകം അല്ലെ വൈകുണ്ഠലോകം എന്നൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ആ സ്വരൂപത്തെ നിരന്തരമായി കാണുകയും നിരന്തര സ്മരണം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഭഗവാന്റെ സ്വരൂപത്തിലേക്ക് നമ്മുടെ മനസ്സ്, ജീവനും ആ സ്വരൂപത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ്. അതുപോലെ തന്നെ സാലോക്യവും സാമീപ്യം, അപ്പോൾ ഭഗവാനോടുള്ള അടുപ്പം, ഭഗവാനോട് എത്ര കണ്ട് നമ്മൾ അടുത്ത് നിൽക്കുന്നു, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ വാക്ക്, ഇതൊക്കെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നു. സദാ നമ്മളിലേക്ക് ഈശ്വരനാമം ഭഗവാൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ആ തലങ്ങളിലൂടെ സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം, അങ്ങനെ ആ ഭഗവാന്റെ പരമാത്മഭാവത്തിലേക്ക്, ആനന്ദാവസ്ഥയിലേക്ക്, പരമാനന്ദമാകുന്ന അവസ്ഥയാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാ. അപ്പോൾ ആ ഭഗവാനിലേക്ക് ചേരുന്ന ഒരു ജീവൻ്റെ അവസ്ഥ, അതിനെയാണ് ആ മോക്ഷം കിട്ടുക എന്ന് പറയുന്നതാണ് ഒരു ജീവന് കിട്ടേണ്ട ഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് അനേകം കഥകളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് സർവവേദ വേദാന്തസാരം ചെയ്ത് ബ്രഹ്മ ഐക്യലക്ഷണം വസ്തു അദ്വിതീയം തന്നിഷ്ടം കൈവല്യക പ്രയോജനം. അപ്പോൾ കൈവല്യ പ്രയോജനമാണ്. അപ്പം ഭഗവാന്റെ കഥകളെ കൂടുതൽ സർവവേദ വേദാന്ത സാരം എന്നാണ് ഭാഗവത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ കഥകളെ നിരന്തരമായി കേൾക്കുന്നതിലൂടെ ഈ ശ്രവണഫലം, അതായത് മോക്ഷമെന്ന അല്ലെങ്കിൽ ഈ ചതുർവിധ മുക്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന എല്ലാ തലങ്ങളെയും ഭാഗവതത്തിൽ വ്യാസഭഗവാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് അർത്ഥവാദം എന്നുള്ളതാണ്. അപ്പോൾ അർത്ഥവാദം കൊണ്ട് പ്രസ്താവിച്ചിട്ടുള്ളത് അദ്വൈത തത്വത്തിൻ്റെ സ്തുതിയും ദ്വൈതത്തിൻ്റെ നിന്ദയുമാണ്. അപ്പം തത്വവേത്താക്കൾ, അതായത് ആത്മജ്ഞാനികൾ അദ്വിതീയ ജ്ഞാനത്തെ തത്വമെന്ന് പറയും. അതായത് ബ്രഹ്മം, പരമാത്മ, ഭഗവാൻ എന്നെല്ലാം പറയുന്നത് ഈ തത്വത്തെയാണ്. അപ്പോൾ ഈ തത്വം ശ്രീകൃഷ്ണൻ്റെ യഥാർത്ഥ സ്വരൂപമായതിനാൽ ഭാഗവതത്തിൽ പല സ്ഥലങ്ങളിലും അതിനെ സ്തുതിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ദ്വൈത നിന്ദയും നമുക്ക് ഭാഗവതത്തിൽ പലയിടത്തും കാണാം. അത് കംസൻ എന്ന പ്രതീകത്തിലൂടെയാണ്. അപ്പോൾ കംസന് ദ്വൈത നിന്ദ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത്, കംസന് ഒരു പ്രകാശത്തെ രണ്ടായിട്ട്, ഏകദീപം 2 ദീപമായി കണ്ടു എന്നാണ്. അസത്യഭിതിദീയേച്ച ദ്വൈരൂപ്യം
ജ്യോതിഷാം തഥ എന്ന് അധ്യാത്മഭാഗവതത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഭാഗവതത്തിലെ ശ്ലോകം തന്നെയാണ് വേദാന്ത സ്വരൂപത്തിൽ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള തലങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് അർത്ഥവാദം. അപ്പം അദ്വൈതത്തിലേക്ക് എത്തണം. അപ്പോൾ ദ്വൈതത്തിൽ നിന്ന് മാത്രമേ നമുക്ക് അദ്വൈതത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് അമൂർത്തമായ ഈശ്വരനിലേക്ക് നമുക്ക് ചേരാൻ പറ്റുന്നത് മൂർത്തി രൂപമായിരിക്കുന്ന മൂർത്ത സ്വരൂപത്തിലൂടെയാണ്. അതാണല്ലോ ഭഗവാന് രൂപവും നാമവും ഭാവവും ഒക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇതൊന്നുമില്ലാത്ത, ഈശ്വരന് രൂപനാമങ്ങളൊന്നുമില്ലാത്ത അമൂർത്തമായ പരമാത്മ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഉള്ള തത്വ നിരൂപണത്തെയാണ് ഈ അർത്ഥവാദം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് ഉപപത്തിയാണ്. ആറാമത്തെ തത്വനിർണയത്തിന് ഉപകരിക്കുന്ന ഒരു ഉപാധിയാണ് ഉപപത്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, മോക്ഷേച്ഛുക്കൾ ഭാഗവതത്തിലെ ജ്ഞാനം, വൈരാഗ്യം, ഭക്തി മുതലായവയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം ജ്ഞാനവും ഭക്തിയും വൈരാഗ്യവുമാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് നിദാനമായിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് അവിടെ എത്തിച്ചേരണമെങ്കിൽ ഭാഗവതത്തിൽ സഗുണാരാധന, ഭഗവാന്റെ മൂർത്തി സ്വരൂപത്തെ ആരാധിക്കുന്ന അനേകം തലങ്ങളെ നമുക്ക് കാണാം. അപ്പം നിർഗുണ സ്വരൂപമായിരിക്കുന്ന പരമാത്മഭാവത്തെ പൂർണ്ണമായും സഗുണ സ്വരൂപത്തിൽ നമ്മൾ ആരാധിച്ച് നിർഗുണ ഭാവമായിരിക്കുന്ന നിർവാണ ഭാവത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പം അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, പരമാനന്ദാവസ്ഥമാകുന്ന ആ നിർഗുണ ചൈതന്യ സ്വരൂപം ഭഗവാനെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഭാഗവതത്തിൽ പറയാനുണ്ടല്ലോ, ഭഗവാൻ നിരവധ്യനാണ്, നിർമ്മമനാണ്, നിരാശ്രയനാണ്, നിരവധ്യനാണ് എന്നൊക്കെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭാവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് ഭൗതികമായ ലോകത്തിൽ വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഭൗതികമായ തലത്തിലൂടെ ഭൗതികമായ ഭഗവാന്റെ സ്വരൂപത്തെ നിരന്തരമായി സ്മരണം ചെയ്യുകയും നിരന്തരം ഭഗവാന്റെ രൂപത്തെ ദർശിച്ചുകൊണ്ട് ഭഗവത് സ്മരണം ചെയ്തുകൊണ്ട് അമൂർത്തമായ പരമാനന്ദാവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ഇവിടെ നമ്മൾ ഭൗതികമായ പ്രപഞ്ചം, നമ്മുടെ ഭൗതികമായ ശരീരം, നമ്മളിവിടെയുണ്ട്, ഈ ലോകം ഇവിടെയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. പക്ഷേ ബ്രഹ്മജ്ഞാനികൾ, അതായത് ജഗത് മിഥ്യ, പരബ്രഹ്മം സത്യം എന്നാണ്. അപ്പം ജഗത് മിഥ്യ, ബ്രഹ്മം സത്യം എന്ന ആ ജ്ഞാനത്തിലേക്ക് എത്തുന്ന ഒരാൾക്ക് ഈ ലോകം ആരുണ്ടാക്കിയെന്നോ, ഈ ലോകം എങ്ങനെ നിലനിൽക്കുന്നെന്നോ, ആരാ നിലനിർത്തുന്നോ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ശാശ്വതമായി ഇല്ലാത്തതാണ് എന്നുള്ളതാണല്ലോ. അപ്പോൾ അവിടെ ഇതൊക്കെ ഉണ്ട്, ഇതാര് സൃഷ്ടിച്ചു, ഇതെങ്ങനെ നിലനിൽക്കുന്നു, അവസാനം ഇതെങ്ങനെയാണ് ലയിക്കുന്നത്, എവിടെയാണെന്നൊക്കെ ഉള്ള ചിന്ത പോലും ഉണ്ടാകുന്നത് അജ്ഞാനികളായിരിക്കുന്ന, അതായത് ഭൗതികമായ തലത്തിൽ നിലനിന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിനെ യഥാർത്ഥത്തിൽ പ്രാതിഭാസികമായ വസ്തുവായി ആത്മാവിന് യാഥാർത്ഥമായ ഒരു ബന്ധവും യഥാർത്ഥത്തിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭാഗവതം നിരന്തരമായി പാരായണം ചെയ്യുമ്പോൾ ആ പഠിക്കുന്ന പഠിതാവിനെ, അല്ലെങ്കിൽ അത് ഈശ്വരനെ അല്ലെങ്കിൽ പരമാത്മസ്വരൂപത്തെ അന്വേഷിക്കുന്നവർക്ക് ഈ ജഗത് മിഥ്യ, ബ്രഹ്മം സത്യം എന്ന തലത്തിലേക്ക് എത്തിച്ചേരുന്ന ആ അവസ്ഥാവിശേഷം അവിടേക്ക് കൊണ്ടെത്തിക്കുന്നത്, അതിനെ ഉപപത്തി എന്ന് പറയാം. ഇങ്ങനെ 6 തലങ്ങളിലൂടെയാണ് ഈ മഹാഗ്രന്ഥത്തെ വ്യാസഭഗവാൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ശാസ്ത്രഗ്രന്ഥമാണ് എന്ന് പറയാനുള്ള കാരണം. അതായത് ഏതൊന്നിനെക്കുറിച്ച് വസ്തുതാപരമായി നമുക്കറിയണമെങ്കിൽ അത് പരോക്ഷജ്ഞാനവും അപരോക്ഷജ്ഞാനവും ഒക്കെ, അതായത് എല്ലാ തലങ്ങളിലൂടെ പരോക്ഷമായിട്ടും അപരോക്ഷമായിട്ടുമുള്ള എല്ലാ ജ്ഞാനതലങ്ങളെയും നമ്മൾ മനസ്സിലാക്കുമ്പോഴേ വസ്തുതാപരമായ ഒരാശയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അത് ഇങ്ങനെ വകതിരിച്ചറിയുന്നതിനാണ് ഉപപത്തി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 6 തലങ്ങളിൽ സമ്പൂർണ്ണമായിരിക്കുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഭാഗവതം പഠിക്കുവാൻ ഞാൻ എൻ്റെ അഭിപ്രായം
ഭാഗവതം ഞാൻ ഈ ആശയങ്ങളിലൂടെ അവതരിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നത്, കൂടുതലും പറയാൻ ഉദ്ദേശിക്കുന്നത് അധ്യാത്മ ഭാഗവതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മുടെ, അതായത് വ്യാസ ഭഗവാൻ രചിച്ചിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആധ്യാത്മികമായ തലങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു മഹാഗ്രന്ഥമാണ് അധ്യാത്മ ഭാഗവതം. അപ്പോൾ ഈ അധ്യാത്മ ഭാഗവതം പഠിച്ചതിന് ശേഷം ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്താൽ ഭാഗവതത്തിലെ കഥാപാത്രങ്ങളെയും ആ കഥാപാത്രങ്ങളുടെ പ്രതിബിംബങ്ങളെയും നമുക്ക് വളരെ നന്നായി മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ തലങ്ങളെയൊക്കെ നമുക്ക് ഈ കഥാപാത്രങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. നമുക്ക് ചുറ്റുമുള്ളതിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് അധ്യാത്മ ഭാഗവത പ്രബോധനം കൊണ്ട് അതിന് സാധിക്കും. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിന് അധ്യാത്മ ഭാഗവത തത്വസമീക്ഷ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഇത് കേൾക്കുകയും ഇത് പഠിക്കുവാനുള്ള ഒരാഗ്രഹം, സാധാരണ ആധ്യാത്മികമായ തലത്തിൽ വാസനയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ വാസനയുള്ളവർക്ക് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് നൽകിയാൽ വളരെ ഉപകാരപ്രദമായിരിക്കും മറ്റുള്ളവർക്ക്. അതായത് ഒരുപാട് സമയങ്ങൾ ഇന്ന് നമുക്ക് ഈ നിത്യജീവിതത്തിൽ ചിലവഴിക്കാൻ സമയം കുറവാണ്. പക്ഷേ രോഗികളായിട്ടിരിക്കുന്നവർക്കും മറ്റ് ജോലികൾ ചെയ്യാൻ പോകാൻ സാധിക്കാതെയൊക്കെ ഇരിക്കുന്നവർക്കും, കിടക്കയിൽ കിടക്കുന്നവർക്കും, രോഗാതുരായിട്ടിരിക്കുന്നവർക്കും, മനസ്സിന് സ്വസ്ഥതയില്ലാത്തവർക്കും ഒക്കെ ഭാഗവത ശ്രവണം വളരെ പ്രയോജനകരമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ആധ്യാത്മികമായ തലത്തിലേക്ക് മനസ്സിനെയും അതുപോലെ തന്നെ നമുക്ക് വേണ്ടത്ര അറിവിനെയൊക്കെ ഉൾക്കൊള്ളുവാൻ ഭാഗവത ശ്രവണം, പ്രബോധനം വളരെ ഉപകാരപ്രദമായിരിക്കും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നാളെ നമുക്ക് ഭാഗവതത്തിലെ മറ്റൊരു അധ്യായത്തിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേഷാം പൂർണ്ണം ഭവതു. ഓം ശാന്തി ശാന്തി. ഹരി ഓം.